ലോറി ഉടമ മനാഫിന്റെ ബന്ധങ്ങൾ അന്വേഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. സോഷ്യൽ മീഡിയയിലടക്കം വിഷയം വലിയ ചർച്ചയാകുന്നുണ്ട്. മനാഫിന്റെ ചാരിറ്റി പ്രവർത്തനം അന്വേഷിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെട്ടു കഴിഞ്ഞു. നിലവിൽ ധർമ്മസ്ഥല ആക്ഷൻ കമ്മിറ്റി അംഗം എന്ന പേരിൽ ചാനൽ ചർച്ചയിൽ സജീവമാണ് മനാഫ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ധർമ്മസ്ഥലയിൽ തമ്പടിച്ച് ഇയാൾ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുമുണ്ട്. മനാഫിന്റെ ഇടപെടലിലാണ് മലയാള മാധ്യമങ്ങൾ വിഷയം സജീവമായി ചർച്ച ചെയ്തത്. വിഷയം കേരളത്തിൽ ശ്രദ്ധിക്കപ്പെടാനുള്ള ടൂളായിരുന്നു മനാഫ് എന്നും സംശയിക്കേണ്ടി വരും. വലിയ ഗൂഢാലോചന നടന്നെന്ന സംശയവുമുണ്ട്. കഴിഞ്ഞ ദിവസം ജനൻ TV ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ടുള്ള മനാഫിന്റെ വാക്കുകളും വിചിത്രമാണ്. കാണാതായ പെൺകുട്ടിയുടെ ഫോട്ടോ ചോദിച്ചെങ്കിലും ആക്ഷൻ കമ്മിറ്റി അംഗമായ മനാഫ് മറുപടിയില്ലാതെ ഒഴിഞ്ഞുമാറി. കാണാതായെന്നും കൊല്ലപ്പെട്ടുവെന്നും പറയപ്പെടുന്ന അനന്യ ഭട്ടിന്റെ ചിത്രമാണ് തെളിവായി ചോദിച്ചത്. പരാതി നൽകിയ അനന്യയുടെ അമ്മ സുജാത ഭട്ട് തന്റെ അണ്ടറിലാണെന്നും മനാഫ് അവകാശപ്പെട്ടു. കൂടാതെ തനിക്കിപ്പോൾ അത്യാവശ്യം പവർ ഉണ്ടെന്നും ഇയാൾ പറയുന്നുണ്ട്. 5 മാസം മുൻപാണ് ജസ്റ്റിസ് ഫോർ സൗജന്യയുടെ ആളുകൾ തന്നെ സമീപിച്ച് വിഷയത്തിൽ ഇടപെടാൻ ആവശ്യപ്പെട്ടതെന്നും മനാഫ് പറയുന്നു. ഷിരൂരിൽ പണ്ട് ലോറി അപകടമുണ്ടായി അർജുൻ എന്ന ലോറി ഡ്രൈവർ മരിച്ച കേസിൽ അർജുന്റെ വീട്ടുകാർ തള്ളിപ്പറഞ്ഞ വ്യക്തി കൂടിയാണ് മനാഫ്. ധർമ്മസ്ഥലയെക്കുറിച്ച് ഭീതി പരത്തുന്ന വിവരങ്ങളാണ് ആദ്യം മുതലേ ഇയാൾ നൽകിയിരുന്നത്. ധർമ്മസ്ഥലയിൽ 100 കണക്കിന് സ്ത്രീകളുടെ മൃതദേഹങ്ങൾ മറവു ചെയ്തെന്ന ആരോപണത്തിൽ അന്വേഷണം തുടങ്ങിയിട്ട് ദിവസങ്ങൾ പിന്നിടുന്നു. ഇതുവരെയും കാര്യമായി എന്തെങ്കിലും കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടുമില്ല. കൂടാതെ 100ഓളം സ്ത്രീകളുടെ ശവങ്ങൾ മറവു ചെയ്തു എന്നത് കള്ളക്കഥയാണെന്ന് ശുചീകരണ തൊഴിലാളി തന്നെ പ്രത്യേക അന്വേഷണ സംഘത്തോട് വെളിപ്പെടുത്തുകയും ചെയ്തു. ക്ഷേത്ര നഗരത്തെ തകർക്കാൻ വൻ ഗൂഢാലോചന നടക്കുന്നുവെന്ന ആരോപണം ശരിവെക്കുന്നതാണ് പുതിയ സംഭവ വികാസങ്ങൾ.